കലാസ്നേഹികളെ, ഇന്നലെ രാത്രി ഏതാണ്ട് ഒരു 10-10:30 ശേഷം ഞാനും നിങ്ങൾ ഈ കാണാൻ പോകുന്ന സിനിമയുമായി ഒന്ന് ഏറ്റുമുട്ടി. ഞാൻ എന്റെ ആവനാഴിയിലെ സകല അടവുകളും പയറ്റിയിട്ടും ഹൃദയം ഞാൻ തോറ്റ് മുട്ടുകുത്തി വണങ്ങി. കമോൺ എവരിബഡി, നമുക്ക് ഈ അവരാധം ഒന്നുകൂടി ഒരുമിച്ച് കാണാം. സിനിമയുടെ ആരംഭം നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ അജു വർഗീസ് ഇതുവരെ കാണാത്ത ഈ ഒരു നടിയും തമ്മിൽ പരസ്പരം കുറച്ച് റൊമാൻസ് ഒക്കെ കാണിക്കുന്നതിൽ നിന്നുമാണ്. പണം വരും പോകും, പ്രണയം വരും പോകും, ഉറക്കം വരും, പക്ഷേ അത് കഴിഞ്ഞതും നമ്മൾ കാണുന്നത് കഥയിലെ മെയിൻ ആന്റഗോണിസ്റ്റ് ആയ ജാഫർ മുടക്കിയാണ്. ഇതിലൊരു ക്രൂരനും ക്രിഞ്ചനുമായ കൊലപാതകിയും റേപ്പിസ്റ്റുമാണ്. വീട്ടിലെ പട്ടിക്ക് സ്നേഹത്തോടെ വിളിച്ച് ചോറ് കൊണ്ടുകൊടുക്കാൻ പോണ സീനാണ് നമ്മൾ ഈ കാണുന്നത്. പട്ടിക്ക് സ്റ്റീല് പാത്രത്തിൽ ചോറും തൈരും കൂടെ കുഴച്ചോണ്ട് കൊടുത്ത് ഞാൻ എത്ര ദിവസം ഒന്നും പറഞ്ഞ് തിന്നണം. അതുകൊണ്ട് 2 മെയിനിലെത്തോണ്ട് പട്ടി അത് തിന്നൂല. അതിന്റെ ദേശത്തിലെ ഈ കാപാലികൻ ആ പട്ടിയ അപ്പോ ഇദ്ദേഹമാണ് സിനിമയിലെ വില്ലനായ ആമോസ് അലക്സാണ്ടർ. ഈസ് എ റേപ്പിസ്റ്റ് ആൻഡ് ബ്രൂട്ടൽ സീരിയൽ കില്ലർ. സ്ത്രീകളെ റേപ്പ് ചെയ്തതിനു ശേഷം അവരെ കൊന്നുകളയുന്ന കൊടും ക്രിമിനൽ. അയാളുടെ ഇന്റർവ്യൂ എടുക്കാനായി നമ്മുടെ അജുവിന്റെ പെണ്ടാട്ടിയും കൂടെ വന്നിരിക്കുകയാണ്. ഇത്രയും വലിയ കൊടും ക്രിമിനലും സ്ത്രീകളെ റേപ്പ് ചെയ്യണവനെയും കണ്ടപ്പോൾ അവള് നേരെ അമേരിക്കൻ പ്രസിഡന്റിന് ഇന്റർവ്യൂ എടുക്കാൻ വന്ന പോലെ എന്നൊരു ഷേഖാന്റെ ഒരു ഉമ്മയും അല്ല ഉമ്മ കൊടുക്കൂല. ഇത് ആക്യുറേറ്റ് ആയ ഒരു കാര്യമാണ് കേട്ടോ. അല്ലെങ്കിലും ഇക്കാലത്ത് കള്ളന്മാർക്കും കൊള്ളക്കാരന്മാർക്കും ടോണുകൾക്കും കോമാളികൾക്കുമാണല്ലോ ഫാൻ ബേസും മര്യാദയും ഒക്കെ കൂടുതൽ കിട്ടുന്നത്. നിങ്ങളൊന്ന് മാറുന്നേ. ഞാനെന്തിനാ മാറുന്നേ? മോക്കങ്ങ് മാറിയിക്കാൻ മേലെ. അങ്ങനെ ആമവാദം പിടിച്ച ആമോസ് ഇയാളെ പെടലും ഷോൾഡറും തമ്മിൽ ഒട്ടിയിരിക്കുന്നതാണ്. ഈ ജാഫർ മുടക്കിയാണ് ഈ സിനിമയിൽ ഏറ്റവും വലിയ വെറുപ്പീര്. ഓവറാക്കി ചളമാക്കി വെച്ചിട്ടുണ്ട് ഈ കഥാപാത്രത്തിന്. ഇതൊരു തട്ടിക്കൂട്ട് സിനിമയാണെന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. കാര്യം ഇതിലെല്ലാം തട്ടിക്കൂട്ട്. ഇവന്റെ പെടല് നൂന്ന വെയിലടിക്കുമ്പോൾ മാത്രമേ പെടലും തലയും തമ്മിൽ ഒട്ടോളെന്ന് തോന്നുന്നു. ഇതിന്റെ റൈറ്റർ വിചാരിച്ച് ഒരു കൊലപാതകയും ക്രൂരനൊക്കെ ആകുമ്പോൾ അവന് കുറച്ച് ഫിലോസഫിയൊക്കെ അറിയാമായിരിക്കുമല്ലോ. ഇതിൽ എന്റെ വില്ലനും റേപ്പിസ്റ്റ് കം ഫിലാന്ത്രപിസ്റ്റ് ആണ്. ലോകത്ത് രക്തച്ചൊരിക്കലുകളുണ്ടാകും. അന്നാണ് ആമോസ് അലക്സാണ്ടർ ഈ ഭൂമിയുടെ അവകാശിയാകുന്നത്. നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയ. ഈ പറഞ്ഞതിനും ഈ സിനിമയുമായി സച്ചിനും സവർക്കറും തമ്മിലുള്ള ബന്ധം പോലും ഇല്ല. സാർ ഒന്ന് മനസ്സിലാക്കണം, സിനിമ എടുക്കുമ്പോൾ അത് സീറ്റിലിരുന്ന് കാണുന്നവർക്ക് തലക്കോളമായത് കൊണ്ടല്ല. കാശ് മുടക്കി അവരത് കാണാമെന്ന കഴിവുള്ള എന്തേലും വിളമ്പി കൊടുക്കണം. ഇല്ലെങ്കിൽ വെളിയിൽ ഇറങ്ങുമ്പോൾ നാട്ടുകാർ കല്ലുവാരി എറിയും. ഇത് കാണാൻ പോയവന്മാർ ആരെങ്കിലും ഉണ്ടാണ് തിയേറ്ററിൽ എന്ന അവന്മാരെന്റെ വീട്ടിൽ വന്നാൽ ഞാൻ ഒരു ഉത്സാഹ സമ്മാനം തരാം. നമ്മളിവിടെ കഥ പറഞ്ഞിരുന്നപ്പോ അയാൾ ഉറങ്ങിയാണ്. പാവം പ്രായമായ മനുഷ്യനല്ലേ, ഉറക്കം എണീറ്റിട്ട് വേണം നാളെ പോയി ആരെങ്കിലും റേപ്പ് ചെയ്യാൻ. അങ്ങനെ വാട്സ്ആപ്പ് സ്റ്റാറ്റസ് പോലും ആക്കിയിടാൻ ശേഷിയില്ലാത്ത ഈ കഥയെ സിനിമയാക്കിയ ഈ സിനിമ മുന്നോട്ട് പോകുമ്പോൾ ആമോസ് അലക്സാണ്ടർ റബ്ബർ വെട്ടാൻ കോട്ട വിട്ട് എവിടെയോ പോകുകയാണ്. പുള്ളിക്ക് റബ്ബർ വെട്ടാണ് പണിന്ന് ഞാൻ പറയാൻ കാരണം ഈ റബ്ബർ കാടിന് നടക്കി എഴുത്തിൽ ഇങ്ങനെ എന്തിന് താമസിക്കണം? റബ്ബർ വെട്ടുകാരല്ലേ ഇവിടെയൊക്കെ താമസിക്കാൻ പറഞ്ഞു. അതുകൊണ്ട് ബാഗിൽ വലിയ കത്തിയൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ റബ്ബർ വെട്ടി ജീവിക്കുന്ന നമ്മുടെ ആമോസ് അലക്സാണ്ടർ ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിലേക്ക് രാവിലെ രാമായണ യാത്രയാവുകയാണ്. ഈ ഭാഗങ്ങളിലൊന്നും നിങ്ങൾക്കൊന്നും മനസ്സിലായില്ലല്ലോ. എന്നാ സിനിമയിലും അങ്ങനെയാണ്. കുറച്ചു നേരം അവർ ഇന്റർവ്യൂ ചെയ്യും, പിന്നെ പെട്ടെന്ന് കാണിക്കുന്നത് ഈ സീനാണ്. അപ്പൊ നമ്മൾ അങ്ങ് വിചാരിച്ചോണോ എന്തോ വലിയ സർപ്രൈസ് വരാനിരിപ്പുണ്ടെന്ന്. സംഭവം കാള വാല് പൊക്കുമ്പോ നമുക്ക് അറിഞ്ഞൂടെ കാക്കയ്ക്ക് കൊത്താൻ കൊടുക്കാനാണെന്ന്. ഇയാൾ അവിടെ എന്തോ വലിയ പണി ചെയ്തിട്ട് മുങ്ങിയാണെന്ന് നമുക്ക് അപ്പോഴേ മനസ്സിലാകും. പിന്നെ ഇതിൽ ദേ ഈ നായികയുടെ ശബ്ദം ശബരിമലയ്ക്ക് പോയിരിക്കുകയാണ്. ഒരാൾ ഡയലോഗ് പറയുമ്പോ ശബ്ദമില്ല. നീ ഒരു ഭീരുവാ. നിനക്ക് എന്താ നഷ്ടപ്പെട്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ജോൺ. നീ എന്തിനാ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്? നീ എന്ത് തേങ്ങയാണ് പറയുന്നത്? സീൻ കെട്ടി വീണ്ടും പഴയ സ്ഥലത്തോട്ട് വരികയാണ്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി വന്നതിന് ശേഷം അവിടെ എന്തോ സംഭവിച്ചിരിക്കുന്നു. ആമവാദൻ ആമോസിനെ കാണാതായിരിക്കുന്നു. ആ പെണ്ണിന് എന്തോ സംഭവിച്ചിരിക്കുന്നു. ഇവരാണെങ്കിൽ ഒന്നും തിരിയുന്നതുമില്ല. അതിങ്ങനെ മാറി മാറി കാണിക്കും. സംഭവമൊന്നുമില്ല, അവളെ പിടിച്ച് ആരോ റേപ്പ് ചെയ്തിരിക്കുന്നു. അതാരായിരിക്കും? അതാണ് സിനിമയിൽ ട്വിസ്റ്റ്. ഇവിടെ ഒരു ക്രൂരനായ റേപ്പിസ്റ്റിന്റെ മുന്നേ ഭാര്യയെ പിടിച്ചിരുത്തിയിട്ട് അവിടെ വന്ന് ബേസ്ബോൾ എടുത്ത് ക്രിക്കറ്റ് കളിക്കാൻ നോക്കണം. അത് അങ്ങനെ ഒരു ഹണ്ണണ്ണ ഹസ്ബൻഡ്. ഇത്രയും ബുദ്ധിയില്ലാത്തൊരു മൂഷേട്ടെ പിടിച്ച എഴുത്തുകാരനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നീ എന്ത് മൊണ്ണയുണ്ട എഴുത്തുകാരൻ? ഒക്കെ 2 ഔൺസ് ബുദ്ധിയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു റേപ്പിസ്റ്റിന്റെ മുന്നേ ഭാര്യയെ കൊണ്ട് വെച്ചു കൊടുത്തിട്ട് അവിടെ വന്ന് ഇതുപോലത്തെ ഉപ്പിത്തരമൊക്കെ ആരെങ്കിലും കാണിക്കൂ. കഴിവില്ലാന്ന് വെച്ചിട്ട് ഒരുമാതിരി കഴിവേത്തരം കാണിക്കരുത്. തന്റെ ബാറ്റ് എടുത്ത അജുനോട് ജാഫർ മുടക്കി ബാറ്റ് എടുത്താ നീ ബാറ്റ് എടുത്തെങ്കിൽ എന്റെ ബോൾ കൊടുക്കണമെന്ന് പറയും. അജുറ എനിക്ക് ബോളൊന്നും എടുക്കാൻ പറ്റൂല, ഈ ബാറ്റ് മാത്രം എടുത്ത ശീലമുള്ളൂ. അത് അവൻ ഇഷ്ടപ്പെടില്ല. അപ്പൊ തന്നെ നമുക്ക് കയറി ഉടക്കും. ദേഷ്യം വന്നോ നിനക്ക്? വന്നെങ്കിൽ എന്നെ ഇടിക്കൂ. ഇടിച്ചാ പോവാൻ തന്റെ വായിൽ പല്ലൊന്നുമില്ലല്ലോ. നീ ഇടിക്കോ?
ഒന്ന് തല്ലി നോക്കടാ. കിട്ടി മൂക്കാമണ്ട പൊട്ടി ആമോസിന് സന്തോഷമാകും. കുറെ നാളായി നല്ലൊരു ചാമ്പ് കിട്ടിയിട്ട് ആ സന്തോഷത്തിൽ ഗൾഫിൽ നിന്ന് കൊച്ചപ്പം കൊണ്ടുവന്ന ടാങ്ക് കലക്കി ആമോസ് അവർക്ക് കുടിക്കാൻ കൊടുക്കും. എല്ലാവർക്കും കൃത്യമായി ആണ് ഇവിടെ തെറ്റാതെ തുളുവായി കറക്റ്റ് പാകത്തിന് ജ്യൂസ് ഒഴിച്ചു വെക്കും. പക്ഷെങ്കിൽ ഇവർക്കൊരു ഡൗട്ട്, ഇനി എങ്ങാനും അവ അതിനകത്ത് അകൽ പ്യാരാറ് തുപ്പലും ചേർത്തിട്ടുണ്ടെങ്കിൽ ചത്തു പോകില്ലെങ്കിൽ. പക്ഷെങ്കിൽ അജുവിന് കുറെ നേരം അങ്ങേരെ മുഖത്തോട് നോക്കുമ്പോ ആ വെള്ളത്താടി വായിലെ ഗ്യാപ്പും കാണുമ്പോ മരിച്ചുപോയ തന്റെ അപ്പൂപ്പന്റെ ചായ ഉണ്ട്, അതുകൊണ്ട് ഇവൻ നമ്മളെ ചതിക്കൂലെന്നും പറഞ്ഞ് ആ ജ്യൂസ് എടുത്തങ്ങ് മോന്തും. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ്. പക്ഷെ ആ ചെറ്റ ചതിച്ചിടാൻ വെച്ചു. ആ നായ ജോളിയുടെ സ്വഭാവം കാണിച്ചു. അവ അതിന് അത് സൂപ്പർ ഗ്ലൂ ചേർത്തിട്ടുണ്ടായിരുന്നെന്ന്. ഇനി ഇപ്പൊ ആമാശയും മൂലും തമ്മിൽ ഒട്ടേ ഉള്ളേ എങ്കിലും വിഷം ചേർത്തെന്ന് അറിഞ്ഞ അവര് ഞെട്ടും. പിന്നെ ഇതില് കലാവീട്ടിൽ ഷാജോനൊക്കെ ഉണ്ട്. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾ ചോദിക്കരുത്, ഞാൻ പറയൂല. എന്നാലും പറയാല്ലേ. എന്നാ അവക്ക് എന്തോ പറ്റിയത് ഞാൻ പറഞ്ഞില്ലേ, ഇവൾ ആരോ കബളിപ്പിച്ച് കടന്നു കളഞ്ഞില്ലേ, അതൊക്കെ ആരെങ്കിലും ഒക്കെ കണ്ടുപിടിക്കേണ്ടേ. ഇതിന് വേണ്ടി വന്ന ആളാണ് നമ്മുടെ കലാവീട് ഷാജോ. അങ്ങനെ മാനസികമായി തളർന്ന നമ്മുടെ നായികയ്ക്ക് ഒരു ബ്രേക്ക് എടുക്കണം. അവള് നേരെ ഒരു വൺ സൈഡ് ട്രിപ്പ് അങ്ങടിക്കും. അമേരിക്കയിലെ മയാമിയിലെ വാട്ടർ ഫ്രണ്ട് പാതയായ ബിസ്കീൻ ബുളവാർഡിലൂടെ ഞാൻ സഞ്ചാരം തുടരുകയാണ്. പിന്നെ ഈ ഇരിക്കുന്ന ഇടിക്കുള്ള റാണ, അവൻ ആരെന്നറിയാമോ? അതാണ് ഈ സിനിമയുടെ പ്രൊഡ്യൂസർ. എന്നെ പിടിക്കാൻ വന്ന പോലീസുകാരൻ ഗൾഫിൽ 500 ദിർഹത്തിന് എടുക്കുന്ന ബിഗ് ടിക്കറ്റ് അങ്ങോട്ട് അടിച്ച് കോടീശ്വരനായ മനുഷ്യനാണെന്ന് തോന്നുന്നത്. അല്ല, ഇയാളെ ചുമ്മയൊക്കെ നിന്ന് ഹെൽപ്പിൽ സിനിമയൊക്കെ അങ്ങ് പ്രൊഡ്യൂസ് ചെയ്തോടെ. നാദർഷയുടെ മാജിക് മഷ്റൂം എന്ന് പറഞ്ഞ സിനിമ പ്രൊഡ്യൂസ് ചെയ്തത് ഇങ്ങനെയാണ്. പുള്ളിക്ക് പൈസ മാത്രമല്ലേ ഉള്ളൂ, ബുദ്ധിയില്ലല്ലോ. അതുകൊണ്ടല്ലേ ഇതുപോലത്തെ എല്ലാം ഒന്ന സിനിമയ്ക്ക് നിന്ന് തല വെക്കണം. ഈ കയ്യിലെ കാശൊക്കെ തീരുമ്പോ എന്ത് ചെയ്യും? പിന്നും ഗൾഫിൽ പോയി ലേബർ ക്യാമ്പിൽ കിടക്കേണ്ടി വരികയാണ്. അതുകൊണ്ട് നിർത്തിക്കോ, ഇതോടെ നിർത്തിക്കോ. ഒരു പ്രൊഡ്യൂസർക്കും മോഹങ്ങൾ മാസം കാണിച്ചാലല്ലേ ആൾക്കാരെ മനസ്സിൽ കയറാൻ പറ്റൂ. അങ്ങനെ കുറെ ഗുണ്ടകൾ കാട്ടക്കട എവിടെയുള്ളടാ നീ എന്നും പറഞ്ഞ് ഇവരുടെ അടുത്ത് തട്ടിക്കയറാൻ പറ്റും. താൻ വലിയ കഷം ജയകുമാറിന്റെ മോനാണെന്ന്, താമസിക്കുന്നത് തരക്കൂടി കാത്തിലങ്ങാതിലാണെന്നൊക്കെ പറയും. പക്ഷേ ഗുണ്ടകളല്ലേ, അവന്മാര് വന്ന് ഇടിക്കാതെ വിടും. പിന്നെ ഇത്രയും പൈസ കൊടുത്ത് ഈ പടം പ്രൊഡ്യൂസ് ചെയ്ത ഞാൻ ഇടി വാങ്ങാൻ കയ്യും മെയ്യും അനങ്ങട്ട്. ഇപ്പൊ കാണാനല്ല, ഇപ്പൊ എവിടെയാണ്? ഞാൻ ഒരു കാര്യം പറട്ടെ, എനിക്ക് ഈ പുള്ളിയെ കാണുമ്പോ വെള്ളിമൂങ്ങിനെയാണ് ഓർമ്മ പറഞ്ഞത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ തോന്നാറുണ്ട്? എന്താ എനിക്ക് പുള്ളി എപ്പോ കണ്ടാലും വെള്ളിമൂങ്ങിന് ഓർമ്മ വരും. ഡയാനയൊക്കെ വന്നിരിക്കുന്നത് പ്രൊഡ്യൂസറെ മോളോ കല്യാണത്തിനങ്ങോട്ട് വന്നപ്പോ അവിടെ ചോറ് ഇന്നയിരുന്നവരെ എല്ലാവരുടെ പിടിച്ചിരുത്തി ഒരു സിനിമ അങ്ങ് എടുത്തു. കഥയായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കുറെ കഥാപാത്രങ്ങൾ സിനിമയിൽ വന്നു പോകും. അഭിനയിക്കാനോ അറിഞ്ഞൂടെ പ്രൊഡ്യൂസ് ചെയ്യാനോ അറിയാത്ത ഒരു പ്രൊഡ്യൂസറും കഥ ഏതാ പറഞ്ഞ കഷം പൊക്കി കാണിക്കണ ഒരു കഥാകൃത്തും കുറെ കിഴങ്ങന്മാര് ചേർന്ന ഒരു സിനിമ ഉണ്ടാക്കിയ ആ സിനിമയുടെ പേരാണ് ആമോസ് അലക്സാണ്ടർ. ഇനി ഇതെന്താണെന്ന് അറിയാമോ? ഇതാണ് നേരത്തെ ജ്യൂസ് കുടിച്ചിട്ട് മയങ്ങി ഇവിടെ അജു വർഗീസ്. ഞാൻ പറഞ്ഞില്ലേ, ഈ സിനിമ ഇങ്ങനെ ചാടിക്കളിക്കും, അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വരും, അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വരും. അങ്ങനെ പലതും നമുക്ക് മിസ്റ്ററി വരാൻ വേണ്ടി മിക്സ് ആയിട്ടാണ് കാണിക്കുന്നത്. ആ മിസ്റ്ററിക്കും പോലെ തിയേറ്ററിൽ പടം കാണാൻ വന്നവർക്ക് ഇച്ചിരി മിച്ചർ കൊടുത്തിരുന്നെങ്കിൽ അവരതങ്ങൾ തിന്നോണ്ടിരുന്നേനെ. അങ്ങനെ അജുവിനെ മയക്കി കിടത്തി. ഞാൻ പറഞ്ഞില്ലേ, പുള്ളിക്ക് റബ്ബർ വിട്ട് എന്നെ പണി. റബ്ബർ വിട്ടാൻ പോണ ആൾക്കാരെ വെക്കണം ടോർച്ചിൽ അങ്ങനെ തലയിരിക്കണം. ബലാത്കാരികൾക്ക് ബലാത്കാരം ചെയ്യാനല്ലേ അറിയാവൂ. ഈ സീനും കഴിഞ്ഞിട്ടാണ് ആമോസ് തീവണ്ടിക്ക് തല വെക്കാൻ പോണത് നമ്മൾ കാണുന്നത്. ആമോസിന് പോലീസിന്റെ പേടിയില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ കോടതിയൊക്കെ കോമഡി ആണെന്നാണ് പുള്ളി പറയുന്നത്. ഒരു റേപ്പ് കഴിഞ്ഞ് ഇന്ന് പിറ്റേന്ന് അവന്മാരെന്നെ കൊണ്ടുപോകും. 3 ജാമ്യം നിന്ന് പുറത്തു വിടും. പിന്നെ നേരെ റേപ്പ് ചെയ്യുമ്പോൾ അവരെന്നെ പിടിച്ച് അകത്തിടും. ജയിലിൽ കയറിയ പിന്നെ സുഖമല്ലേ. 3 നേരം ശാപ്പാട്, ജോലി, കാണാൻ TV, കുളിക്കാൻ വെള്ളം, കളിക്കാൻ ഗ്രൗണ്ട് വരെ ഇപ്പൊ അവിടെ ഉണ്ട്. അതുകൊണ്ട് പുള്ളിക്ക് ഒരു മോട്ടിവേഷൻ ആണെന്ന് ജയിലിൽ കയറാൻ വേണ്ടി. എന്തായാലും നമ്മൾ ഈ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആമോസ് മുങ്ങിയല്ലോ. ആമോസിനെ പിടിക്കാനായിട്ട് പോലീസും നാട്ടുകാരും മൊത്തം പുറകെ നടക്കുകയാണ്. പക്ഷെ നമ്മുടെ നായിക അവളുടെ രീതിയിൽ ഒരു അന്വേഷണം കാഴ്ച വെക്കണ അന്വേഷണത്തിൽ അവൾ ആമോസിനെ കണ്ടെത്തിയിട്ട് ചോദിക്കും, ഓരോന്നും എന്റെ കൂടെ. അപ്പൊ തന്നെ ആമോസ് ആ വണ്ടി കയറി അവളെ ഉടങ്ങ് പോകും. WCCയിലെ അംഗമായ അവൾ ആമോസിനെ ഒറ്റയ്ക്ക് പോയി പിടിച്ചൊരു കസേരയെ കൊണ്ടൊന്ന് കെട്ടിയിടും. എന്നിട്ട് ഡയലോഗ് പറഞ്ഞ് വെർബലി ആമോസിനെ പീഡിപ്പിക്കും. ഒടുവിൽ വീട്ടിൽ ക്യാരറ്റ് കണ്ടിക്കാൻ വെച്ചിരുന്ന ഒരു പേന കത്തിയുമായി വന്ന് എന്നെ റേപ്പ് ചെയ്ത് ആ കൊടും കുറ്റവാളിയെ ആമോസിന്റെ പള്ളക്ക് അവൾ കത്തി കയറ്റും. എന്നിട്ട് അവള് ജമ്മു കാശ്മീരിൽ പോയി ഭാഗം വാങ്ങിച്ചു കുടിച്ച് അവിടെയൊക്കെ കിടന്ന് കറങ്ങി 2 മലയൊക്കെ കണ്ട് ഒരു തണുപ്പൊക്കെ കൊണ്ട് ജീവിതം അങ്ങ് സന്തോഷിക്കും.
അണ്ണാ നിങ്ങൾ വീട്ടിൽ പോയില്ലേ ഈ വലിയ മീശയും കൊണ്ട്? സമയം കുറവല്ല, രണ്ടെണ്ണം അടിച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങും. കാരണം പൊട്ടീന്റെ ക്ഷീണമൊക്കെ മാറട്ടെ. ഓ മൈ ഗോഡ്, ആമോസ് ചത്തില്ല ഗൈസ്. ആമോസ് ഒരു ബീഡിയും വലിച്ച് പൊന്മുടിയിലെ ഹൈക്കിങ്ങിന് പോകുകയാണ്. കണ്ടാ കലാവിയുടെ ഷാജോണും വന്നാ വീണ്ടും. ഓ ഇതൊരു രസികം പടം തന്നെ. ഇതൊരു 3 മിനിറ്റുള്ള ഷോർട്ട് ഫിലിം ആയിട്ട് എടുത്തിരുന്നെങ്കിൽ യൂട്യൂബിൽ നിന്നെങ്കിലും വല്ല പൈസയും കിട്ടിയേനെ. ആഫർ മുടക്കി ഇക്കാക്ക് കുറച്ചധികം റെമ്യൂണറേഷൻ ഇതിനകത്ത് കൊടുത്താടെ. ഒരു സിനിമയിൽ തന്നെ പുള്ളി 69 സിനിമയ്ക്കുള്ള അഭിനയം ഇട്ടേക്കണം. എന്തായാലും കൊള്ളാൻ കഴിയും. മേലാൽ ഇമാതിരി പടവുമായി വന്നു പോകരുത്, അല്ലെങ്കിൽ മിനിമം ബുള്ളറ്റ് പ്രൂഫ് തൊലിയായിട്ടെങ്കിലും വരണം. നമുക്ക് ഇങ്ങനെ നടന്ന റോസ്റ്റാൻ വയ്യ. അപ്പൊ ശരി guys, ഇന്നത്തേക്ക് ഇത് മതി. നമുക്ക് നല്ലൊരു റോസ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പൊ ശരി, എന്നാ അങ്ങനെ ആകട്ടെ, നമ്മൾ ഇനിയും കാണും. Thanks. Love you.